عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർലല്ലാഹ്. പ്രയാസികൾ എന്ന് അവർക്കൊരു നാടൻ വിശേഷണമുണ്ട്. പ്രവാസ ലോകത്ത് പോയി ജോലി ചെയ്യും, അധ്വാനിക്കും, പണമുണ്ടാക്കും. നമുക്കൊക്കെ അവരെ കാണുമ്പോൾ വലിയ ആവേശമാണ്. അങ്ങനെ തന്നെ ആകണം. എന്നാൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കഥകൾ പലരും ഓർക്കാറില്ല. അതുകൊണ്ടാണ് പ്രയാസികൾ എന്ന് ചിലർ വായിക്കപ്പെടുന്നത്. ഇന്നലെ രാവിലെ ദുബായിൽ അൽഫുത്തൈം പള്ളിയിൽ നിന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരു സഹോദരൻ സലാം ചൊല്ലി. മലയാളിയാണോ എന്നാണ് ചോദ്യം. നിങ്ങളവിടെ എന്ത്? അപ്പോൾ അദ്ദേഹം ജോലി അന്വേഷിച്ചുള്ള നെട്ടോട്ടത്തിലാണ്. ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് എനിക്കെന്തോ തരാൻ പറഞ്ഞു. നിങ്ങൾ ജോലിയില്ലാതെ അവിടെ തന്നെ അത് വെക്കൂ, അവിടെ ഇരിക്കട്ടെ, പരസ്പരം ദുആ ചെയ്ത് പിരിഞ്ഞു. അതെ, പ്രവാസ ലോകത്താണ്, ജോലിയും പണിയൊന്നുമില്ല. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, സാന്ത്വനിപ്പിക്കണം, ആശ്വസിപ്പിക്കണം, ആ ഒരു ചിന്ത. അപ്പോഴാണല്ലോ ഷാർജയിലെ ഒരു വാർത്തയും വായിച്ചത്. വലിയ വ്യവസായ പ്രമുഖനായിരുന്നു. എന്തൊക്കെയോ ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചു, തകർച്ചയിലായി കച്ചവടമൊക്കെ. അതിൻ്റെ സ്റ്റോക്ക് വന്നു. ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസത്തിൽ. പിന്നെ അദ്ദേഹം ഷാർജയിൽ തെരുവീതിയിലൂടെ അലയാൻ തുടങ്ങി. പക്ഷെ ആരോടും രഹസ്യം പറഞ്ഞില്ല, കൈനീട്ടാനും താല്പര്യമില്ല, കുടുംബക്കാരോടൊന്നും പറഞ്ഞില്ല അത്രേ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അഹ്ലുസുന്നയുടെ ICF പ്രവർത്തകരെല്ലാവരും കണ്ടുമുട്ടി. അവരുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ചേർന്നു അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. നാട്ടിൽ സന്തോഷത്തോടെ എത്തി കുടുംബങ്ങളുമായി കാണാൻ അവസരം. ഒന്നോ രണ്ടോ ആണോ? ഇതല്ല, അനവധിയല്ലേ, നിരവധിയല്ലേ. പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ ഗൾഫ് മേഖലകളിൽ നമ്മുടെ സാന്ത്വനം വോളണ്ടിയേഴ്സ് നടത്തിയ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രശംസനീയമാണ്. മീഡിയകളൊക്കെ അത് വാചാലമായി സംസാരിക്കുന്നു. പ്രവാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിനും ഗൾഫ് മേഖലയ്ക്കും ഒക്കെ പരസ്പരമുള്ള ബന്ധം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അത് പതിറ്റാണ്ടുകളുടെ ബന്ധം തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മലയാളക്കരയിലേക്ക് കാണുന്ന ഈ മനോഹരമായ ഒരവസ്ഥ, സാമ്പത്തിക രംഗത്തും മറ്റു വിദ്യാഭ്യാസ മേഖലയിലൊക്കെയുള്ള പുരോഗതിക്കുമൊക്കെ വളരെ കാതലായിട്ടുള്ള ഒരു കാരണം നമ്മുടെ അറബ് പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു സഹകരണം, അവിടെ നിന്നുള്ള വരുമാനങ്ങളൊക്കെ തന്നെയാണ് എന്നത് ചെറിയ കാര്യമല്ല. മനുഷ്യർ അങ്ങനെയാണല്ലോ. ഇന്ത്യക്കാരനാണെങ്കിലും അറബ് രാജ്യത്തുകാരനാണെങ്കിലും മനുഷ്യർ തമ്മിൽ ബന്ധമുണ്ട്. അകലാനല്ല, നീ ആര്, നീ പോടാ എന്നൊരു ശൈലിയല്ലല്ലോ. വരൂ, ചേർന്ന് നിൽക്കൂ. അതെ, ഇതാ അറബ് രാജ്യത്തെ ഭരണാധികാരികളുടെ മാനസിക വിശാലത അവർണ്ണനീയം തന്നെയാണ്. അതെ, ഇങ്ങനത്തെ ഹൃദയം ഉണ്ടാകണം, വേണം. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അവരൊക്കെയാണല്ലോ കഴിഞ്ഞ ആഴ്ചകളിലും ദിനങ്ങളിലുമൊക്കെ നാം വായിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കെന്ത് സഹായം വേണം, നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്ന് വേണ്ടത്, അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്. അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയാണ്, പരിചരണങ്ങൾ നൽകുകയാണ്, വേണ്ടത് നൽകുകയാണ്. ഇത് മനുഷ്യർക്കിടയ്ക്ക് മുഖമുദ്രയാണ്. ഒപ്പം പ്രവാസക ലോകത്തെ സഹോദരങ്ങൾ ഈ വിഷയത്തിൽ വളരെ മാതൃകകൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് അവസരോചിതം ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന്, പുരോഗതിക്ക്, സാമ്പത്തിക രംഗത്ത്, വ്യവസായ രംഗത്തൊക്കെ മുന്നോട്ടുള്ള ഗമനത്തിന് പ്രവാസം വല്ലാതെ തുണയായിട്ടുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്, വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കി അൽഹംദുലില്ലാഹ്. അതിൽ നിന്ന് കിട്ടുന്ന അവരുടെ വരുമാനത്തിൻ്റെ സ്രോതസ്സിൻ്റെ ഒരു നല്ലൊരു വിഹിതം അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നത് പോലെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തുന്നു.
ഇനിയിപ്പോൾ ആരെന്ത് ജോലി ചെയ്ത് കിട്ടിയാലും സ്വന്തം ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു, മക്കൾക്ക് അയച്ചു കൊടുത്തു. പുണ്യകരമായൊരു അമലല്ലേ, കർമ്മമല്ലേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാമല്ലോ. ചെലവ് ചെയ്യുന്ന സംഖ്യയിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള പുണ്യകരമായിട്ടുള്ളത് കുടുംബങ്ങൾക്ക് ചെലവ് ചെയ്യുന്നത്. അതെ, സ്വന്തം മക്കൾ, ഭാര്യ, പിന്നെ ആശ്രിതരായ ആളുകൾ, കുടുംബാദികൾ, അവരുടെയൊക്കെ ക്ഷേമങ്ങൾ ഉറപ്പുവരുത്തണം, ദാരിദ്ര്യം മാറ്റണം, വിദ്യാഭ്യാസം നൽകണം, അവർക്ക് വസ്ത്രങ്ങൾ നൽകണം, പരിചരണങ്ങൾ നൽകണം. ഇതൊക്കെ മനുഷ്യരുടെ ബാധ്യതയും മാനുഷിക മൂല്യങ്ങളുടെ ഒരു മുഖമുദ്രയാണ്. പറഞ്ഞു വരുന്നത് ഇതിനെല്ലാം പ്രവാസി സുഹൃത്തുക്കളുടെ അധ്വാനങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ വിയർപ്പിൻ്റെ ഗന്ധം നമ്മുടെ രാജ്യത്തിൻ്റെ സുഗന്ധമാണ് എന്നൊരു തിരിച്ചറിവ് എല്ലാവരും ഓർക്കണം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുമൊക്കെ ഇതിൽ നല്ലതുപോലെ വിശാല വീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാകണം. കുട്ടി വായിക്കുകയാണ് ഒക്കെ വേണ്ടത് നല്ല ഹൃദയം തന്നെയാണ്. ഇപ്പോൾ ശിശുദിനം ആഘോഷിക്കുക. ഈ ഘട്ടത്തിൽ ശിശുക്കളോടുള്ള കാരുണ്യം, യുവാക്കളോട്, യുവതികളോടുള്ള കാരുണ്യം, മുതിർന്നവരോടുള്ള കാരുണ്യം, അയൽവാസികളുള്ള കാരുണ്യം, ഒരു പഞ്ചായത്ത് മറ്റു പഞ്ചായത്തിനോട്, ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനോട്, അങ്ങനെ ജില്ല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സഹകരണങ്ങൾക്കുമൊക്കെ എന്തു വേണം? ആ ഹൃദയ വിശാലതയിൽ നിന്നുകൊണ്ടാണ് വരുന്നത്. ഒരു ചാച്ചാച്ചി നെഹ്റു കുഞ്ഞുമക്കളോടും ശിശുക്കളോടും നല്ല സ്നേഹമായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ വായിക്കുന്നുവെങ്കിൽ നല്ല കാര്യമാണ്. മോഡിയും അമിത്ഷയും പിണറായിയും എല്ലാവരും ആ രംഗത്തേക്ക് വരട്ടെ. മീഡിയയിൽ ഒരു സംഘ പരിവാറിൻ്റെ കൂടെ സഹയാത്രിക എന്നൊരു ആൾ എന്തോ മനസ്സിലാക്കി പിന്നോട്ട് മാറി. അയാൾ പഴയ അനുഭവങ്ങൾ ഒന്നൊന്നായി കെട്ടയച്ചപ്പോൾ കേൾക്കാൻ പോലും നമുക്ക് മനസ്സ് അനുവദിച്ചില്ല. അവർ കുറേ ആളുകൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അതെ, അവർ വരുന്നത് കണ്ട് 4 മക്കൾ, കുഞ്ഞുമക്കൾ കട്ടിലിൻ്റെ അടിയിലോ മറ്റോ ഓടി ഒളിച്ചു. അവരെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ആക്രമിച്ചു, മാതാവിനെ ആക്രമിച്ചു, കൊലപ്പെടുത്തി. അതാ ഗർഭിണിയായ ഒരു സ്ത്രീയെ അവർ തൃശൂലം കൊണ്ട് കുത്തി ആ കുഞ്ഞിനെ പുറത്തെടുത്തു. ഇങ്ങനെയൊക്കെയാണ് ശിശുദിനത്തിൽ കഴിഞ്ഞ ചില കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്ന വളരെ വൃത്തികെട്ട, മൃഗീയമായ, മനുഷ്യത്വമില്ലാത്ത വാർത്തകൾ വായിക്കാൻ കഴിയുന്നതെങ്കിൽ കണ്ടില്ലേ? ഫലസ്തീനിലും ഗസയിലും 1000 അല്ല 10,000 കുഞ്ഞു മക്കളെ തന്നെ കഴുത്തർത്തും വെടിവെച്ചും കൊന്നത്. എങ്ങനെയാണ് ഇത് കഴിയുന്നത്? അതെ, സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കാൻ നമുക്ക് ഓരോ അവസരമുണ്ടാകണം. നീതിയുടെ പക്ഷത്ത് നിൽക്കാനും കഴിയണം. വിഷമിക്കുന്നവരെ കണ്ടറിയാനും കഴിയണം. നീതിയുടെ കാര്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് നൂറുകണക്കിന് സംഭവങ്ങൾ കാണാം. ഏറ്റവും വലിയ പ്രവാചക സല്ലല്ലാഹു പ്രതിപക്ഷത്ത് നേതൃത്വം നൽകിയ ആളാണല്ലോ അബൂജഹൽ. അത് ഒരു ഇറാശിക്കാരൻ കയ്യിൽ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങൾ അബൂജഹൽ വില പറഞ്ഞു വാങ്ങി, കാശ് കൊടുക്കണില്ല. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ ഇന്നും കച്ചവടമൊക്കെ ചെയ്യും, പിന്നെ പണം ചോദിക്കുമ്പോൾ കൈമലർത്തും. അങ്ങനെ അദ്ദേഹം പലരോടും പറഞ്ഞു, അതൊന്ന് വാങ്ങിത്തരാവോ? രക്ഷയില്ല. കഅബയുടെ സമീപത്തേക്ക് വന്നു. ഖുറൈശികൾ അവിടെ ഇരിപ്പുണ്ട്. അവരോട് വിളിച്ചു പറഞ്ഞു, അതൊന്ന് പണം വാങ്ങിത്തരാമോ? അപ്പോൾ അവരൊക്കെ കൂടി ചൂണ്ടിക്കാണിച്ചു, ദേ ആളോടൊന്ന് പറയും. അഥവാ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മറുഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ വ്യക്തി അവിടെ ചെന്നു വിവരങ്ങൾ പറഞ്ഞു. എനിക്ക് വാ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട മാത്രയിൽ അദ്ദേഹത്തെയും കൂട്ടി അബൂജഹലിൻ്റെ വീട് ലക്ഷ്യമാക്കി നൽകുന്നു. വാതിക്കൽ മുട്ടി. അബൂജഹൽ പുറത്തേക്ക് വന്നു. അപ്പോൾ അല്പം ഭയവിഹ്വലനായിക്കൊണ്ടാണ് വന്നതെന്നാണ് ചരിത്രത്തിൽ വായിക്കുന്നത്. ഈ വ്യക്തിക്ക് പണം കൊടുക്കാനുണ്ടോ? വേഗം കൊടുക്ക്. കണ്ടോ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷമിക്കുന്ന വ്യക്തിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒപ്പം സഞ്ചരിക്കുകയാണ്. തനിക്ക് അവിടെ എന്തു പറ്റുന്നു അതൊന്നുമല്ല വിഷയം. നീതിയാണ് വേണ്ടത്, സത്യമാണ് വേണ്ടത്, മനുഷ്യത്വമാണ് വേണ്ടത്. അബൂജഹൽ പണം കൊടുത്തു എന്നാണ്. ഖുറൈശികൾക്കത് വാർത്തകൾ അത്ഭുതപ്പെട്ടു. ഇതിന് സമാനമായ വേറെയും വാർത്തകളുണ്ട്. പറഞ്ഞു വന്നത്, ഇന്നിപ്പോൾ ഭരണാധികാരികൾ നീതി നിഷേധിക്കുന്നുണ്ടോ? അവിടെ അതിശക്തമായി വാദിക്കാൻ പ്രതിപക്ഷങ്ങളോ മറ്റോ വേറെ ദുർലക്ഷ്യത്തിലല്ല, സാക്ഷിയുള്ളവർ രംഗത്ത് വരേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കണം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ്? ആർക്കെങ്കിലും അസുഖം വന്നു എന്ന് കേട്ടാൽ അവിടെ സന്ദർശിക്കാനല്ലേ? ഓരോ സംഭവങ്ങൾ ഹദീസിൽ തന്നെ കാണാമല്ലോ. അതൊരിക്കൽ സഅദ് ഇബ്നു ഉബാദ സുഖമില്ലാതെ കിടക്കുന്നു. പ്രവാചകൻ തൻ്റെ അനുജനും ഭാര്യയും കൂട്ടി അവിടെ ചെന്ന് എന്ത് സംഭവിച്ചു? എന്താണ് അവസ്ഥ? ഇല്ല, മരണമൊന്നും സംഭവിച്ചിട്ടില്ല, വീട്ടുകാർ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീര് വന്നു എന്നല്ലേ? ദുഃഖിച്ചു പോയി, അവിടെ നിന്ന് വിഷമിച്ചു, സങ്കടം. അത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും സങ്കടം.
എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അടിവരയിട്ടുകൊണ്ട് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഈ കണ്ണുനീരോ സങ്കടം കൊണ്ടൊന്നും അള്ളാഹ് നമ്മളെ ശിക്ഷിക്കൊന്നുമില്ല. പിന്നെയോ വലാകിൻ യുഅദബു ബിഹാദാ, ഇതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹ് നമ്മൾ ശിക്ഷിക്കും. ഹാദാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വാസാറ അല്ലാ ലിസാനിഹി, നാവിലേക്ക് ചൂണ്ടിക്കാണിച്ചു എന്നാണ് പറഞ്ഞത്. മുത്തവഖ് ബഖാരി മുസ്ലിമൊക്കെ ഒന്നിച്ച് നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. അപ്പോൾ നാവ് വലിയ അപകടകാരിയാണ്. ഗുണത്തിന് എമ്പാടുമുണ്ട് നാവ്, അതേ സമയത്ത് അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഈ ലോകത്തല്ല പരലോകത്തും അത് നഷ്ടങ്ങൾ വരുത്തി വെച്ചുമെന്നാണെങ്കിൽ അതെ, നമ്മുടെ നാവ് മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല, പിന്നെയോ നാം കൂടെ നിൽക്കുക മറ്റുള്ളവരോട്. ശിശുക്കൾ മുതൽ വലിയവർ വരെ, മുതിർന്നവരോട് വരെയും. ഇപ്പം ശിശുദിനം കടന്നുപോയത് കൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ചു എന്ന് മാത്രം. ഷെയ്ഖ് റിഫായി തങ്ങൾ നാം വായിച്ചില്ലേ, ഒരു കുട്ടി സങ്കടവുമായി വന്നല്ലോ. അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു, ഇതാ അവിടെ ഭക്ഷണമുണ്ട്, കഴിച്ച മോനെ. ആ കുട്ടിക്ക് വേണ്ടത് ഭക്ഷണമായിരുന്നില്ല, കളി വിനോദങ്ങൾക്കുള്ള എന്തെങ്കിലും ഉപകരണങ്ങളായിരുന്നു. ഷെയ്ഖ് റിഫായി തങ്ങൾ ആ കുഞ്ഞു പൈതലിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഒരാളെ വേഗം വിളിച്ചു വരുത്തി മാർക്കറ്റിലേക്ക് അയച്ചു. കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. കണ്ടോ, ശിശുക്കളോട് ചേർന്ന് നിന്നത്, ശിശുവിൻ്റെ അല്ലെങ്കിൽ പൈതലിൻ്റെ കഴുത്ത് ഞെരിച്ച് തെരുവിലേക്ക് വലിച്ചെറിയല്ല ചെയ്തത്. അവിടെ സാന്ത്വനമാണ് കണ്ടത്, വിനയമാണ് കണ്ടത്, സ്നേഹമാണ് കണ്ടത്. അതെ, ചരിത്രങ്ങൾ നാം വായിച്ചുകൊണ്ട് നാം ഇവിടെ എല്ലാവരും പരസ്പരം ഇപ്പോൾ പ്രവാസികളുടെ സാന്ത്വന സേവന സഹകരണ മനുഷ്യത്വ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ തുടക്കം കുറിച്ചത്. നമുക്കെല്ലാവർക്കും ഹൃദയവിശാലതയോടെ മുന്നോട്ട് വന്ന് പരസ്പരം അടുക്കാം. ഇവിടെയല്ലല്ലോ, ഇവിടെ ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടന്നാലും മുഖ്യ തിരഞ്ഞെടുപ്പ് നടന്നാലും ആരെങ്കിലുമൊക്കെ ജയിക്കും, അങ്ങനെയൊക്കെ വോട്ട് കൂടുതൽ കിട്ടുന്നവരൊക്കെ ജയിക്കും. പക്ഷേ വരാനുള്ള ലോകമുണ്ട്, അവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അവിടെ തിരഞ്ഞെടുപ്പിൽ കൃത്രിമമൊന്നുമില്ല. മുംതാസുൽ ധിക്കാരികളെ മാറി നിൽക്ക്, നല്ലവരെ വാ ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുമ്പോൾ അവിടെ പിന്നെ ഒരു കൃത്രിമവും കാണിക്കാൻ കഴിയില്ല, ഒരു ഇടപെടലുമില്ല, ഒരു റെക്കമെൻഡുമില്ല. ഇവിടെ നന്മ ആരാണ് ചെയ്തത് അവർക്ക് അവിടെ രക്ഷയുണ്ടാകും. അതേ, വരാനിരിക്കുന്ന ലോകത്തെ ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ വിജയികളാകാൻ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് സഞ്ചരിക്കാം. ദശാന്തരങ്ങളിരുന്ന് ദേശം പണിയുന്നവർ, അതെ, വിഭവങ്ങൾ കരുതി വിപ്ലവങ്ങൾ തീർത്ത് വിദേശ ലോകത്ത്, വിദേശ രാജ്യത്ത് എല്ലാവരും നന്മയുടെ നല്ല നല്ല മേഖലയിലൂടെ, വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതെല്ലാം നമുക്ക് കണ്ട് സന്തോഷിക്കാം. പ്രവാസ ലോകത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും നമുക്കെല്ലാവർക്കും സർവശക്തനായ ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.